ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ സ്ട്രെയിൻ ഗേജ് ഈസ്, അതായത് അൺഡിസൈറബിൾ ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജിന്റെ ക്യാരക്ടേഴ്സ് ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഷുഡ് ഹാവ് ഹൈ ഹിസ്റ്റെറിസിസ് എന്നാണ്. അതായത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏതാണ്, ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ എന്നുള്ളതും ഗുഡ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതും ഹൈ ഫ്രീക്വൻസി റെസ്പോൺസസ് എന്നുള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അൺഡിസൈറബിൾ ആയിട്ട് വരുന്നത് ഷുഡ് ഹാവ് ഹൈ ഹിസ്റ്റെറിസിസ് മാത്രമാണ്. ഇത് മാത്രമല്ല, എക്സ്ട്രാ ആയിട്ട് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഒരു അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ടെമ്പറേച്ചറിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഇതിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ ലീനിയാരിറ്റി ഓഫ് റെസിസ്റ്റൻസ് ടു സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, റെസിസ്റ്റൻസ് ടു സ്ട്രെയിൻ റിലേഷൻഷിപ്പിലെ നോൺ ലീനിയാരിറ്റിയും ഒരു അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ മോയിസ്ചർ എന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. മോയിസ്ചർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് എക്സ്ട്രാ ആയിട്ട് വരുന്ന എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ സ്ട്രെയിൻ ഗേജിന്റെ അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേരിയബിൾ ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് ഓൺ. വേരിയബിൾ ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ത് പ്രിൻസിപ്പളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. ചേഞ്ച് ഇൻ സെൽഫ് ഇൻഡക്ടൻസ് അത് അവിടെ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്ടൻസും സംഭവിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് എഡ്ഡി കറണ്ടും. അപ്പോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് ഇത് മൂന്നും കൂടെ മിക്സ് ആയിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതെങ്ങനെയാണ്? വെൻ കണ്ടക്ടിങ് പ്ലേറ്റ്സ് ഈസ് പ്ലേസ്ഡ് നിയർ എ കോയിൽ ക്യാരിയിങ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോ കോയില് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കോയിലിന്റെ അടുത്ത് ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു EMF അതിനുള്ളിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് ഇൻഡ്യൂസ്ഡ് EMF ആണ് എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നെറ്റ് ഫ്ലെക്സ് റെഡ്യൂസ് ചെയ്തിട്ട് കോയിലിന്റെ ഇൻഡക്ടൻസ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഒരു പ്രോസസ് ആണ് ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ സെൽഫ് ഇൻഡക്ടൻസ് കറക്റ്റ് ആണ്, ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്ടൻസും കറക്റ്റ് ആണ്. അതിന്റെ ഫലമായിട്ട് എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. Moving on to next question. Which among the following is a synthetic piezoelectric material? ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിന്തറ്റിക് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്നാണ്. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി വെൻ സബ്ജക്റ്റഡ് ടു മെക്കാനിക്കൽ സ്ട്രെസ്, അതാണ് ഒരു പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിനെ പറയുന്നതാണ് സിന്തറ്റിക് എന്ന് പറയുന്നത്. ഇതിൽ ക്വാർട്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. അതേപോലെ റോഷെല്ലറ്റ് സോൾട്ട് എന്ന് പറയുന്നതും ഒരു നാച്ചുറൽ പീസോ ഇലക്ട്രിക് ആണ്. ലിഥിയം സൾഫേറ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ്. അത് മാത്രമല്ല, ലെഡ്, സിർക്കോണൈറ്റ്, ടൈറ്റാനേറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതും ഹ്യൂമൻ മെയ്ഡ് ആണ്. പിന്നെ ഉള്ളത് ബേരിയം ടൈറ്റാനേറ്റ് ഉണ്ട്, പിന്നെ ലെഡ് ടൈറ്റാനേറ്റ്. ഇത് മൂന്നും പിന്നെ ലിഥിയം സൾഫേറ്റും നമുക്ക് എന്ത് പറയാം? സിന്തറ്റിക് പീസോ ഇലക്ട്രിക് മെറ്റീരിയലിന്റെ ക്ലാസ്സിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ മെഷർമെന്റ് ഓഫ്. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസറിനകത്ത് എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഹോൾ എഫക്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഇവിടെ ഉള്ളൂ, എന്താണ്? കറണ്ട്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എന്താണ് ഈ ഹോൾ എഫക്ട് എന്ന് പറയുന്നത്? നമ്മളൊരു സെമി കണ്ടക്ടർ ബാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എക്സ് ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് കറണ്ട് കൊടുക്കുകയും അതേപോലെ തന്നെ ഇസഡ് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വൈ ഡയറക്ഷനിൽ ഒരു എന്തുണ്ടാവും? വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതിൽ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് മെഷർമെന്റിന് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഫ്ലോ റേറ്റ്
മെഷർ ചെയ്യാനായിട്ട് ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ 3 ഓപ്ഷൻസും തന്നിരുന്നുവെങ്കിൽ നമുക്ക് അതും കൊടുക്കാമായിരുന്നു. ഇവിടെ കറണ്ട് ആണ്, അതിന് കൂടെ തന്നെ കറണ്ട് മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇതൊന്നും അത് ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസറുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ഓപ്ഷൻസ് ആണ് മറ്റത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Extremely low level of luminous intensity can be detected by using. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സ്ട്രീംലി ലോ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എന്താണ് ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്? അതായത് ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്വം ട്യൂബാണ്. അത് എന്ത് ചെയ്യുന്നു? വളരെ ലോ ലെവൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ ഒരു മെഷറബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഡിഫറൻസ് മറ്റുള്ളവയിൽ നിന്നും ഡിഫറൻസ് വരുന്നത് വളരെ ലോ ലെവൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർഷൻ നടത്തുന്നത്. മറ്റു ഓപ്ഷൻസ് ഇവിടെ നോക്കാം. എന്താണ് ഫോട്ടോ ഡയോഡ്? അതും ഒരു ലൈറ്റ് സെൻസിറ്റീവ് സെമി കണ്ടക്ടർ ഡിവൈസ് തന്നെയാണ്. ഇവിടെ നടക്കുന്ന കൺവേർഷൻ ലൈറ്റ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ തന്നെയാണ്. പക്ഷെ ലോ ലെവലിൽ കറക്റ്റ് വരിക അതല്ല. ഓക്കെ, പിന്നെ ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നോർമൽ ട്രാൻസിസ്റ്റേഴ്സ് നമുക്കറിയാം. നമുക്ക് എന്താ അറിയാവുന്നത്? ഒരു നോർമൽ ട്രാൻസിസ്റ്ററിന്റെ ഇത് ബേസ് ആണ്. ഇവിടേക്ക് ഒരു കറണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ലൈറ്റ് ഫോട്ടോ ട്രാൻസിസ്റ്ററിൽ ഈ IB എന്നൊരു വാല്യൂ, അതായത് ബേസിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു സോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ലൈറ്റ് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ IBയിൽ വരും, ബേസിൽ വരും. അതിനനുസരിച്ചിട്ട് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യും. അതാണ് ഫോട്ടോ ട്രാൻസിസ്റ്റർ. അതും ലോ ലെവൽ സിഗ്നലുമായിട്ട് ബന്ധമില്ല. സോ ഓപ്ഷൻ സി തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബാർ എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പക്ഷെ SI യൂണിറ്റ് അല്ല. നമ്മുടെ വെതർ കാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ബാർ. അപ്പൊ എന്താണ്? അത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. PSI എന്ന് പറയുന്നതും പ്രഷറിന്റെ തന്നെ യൂണിറ്റ് ആണ്. അത് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റംസിലൊക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. പിന്നുള്ളത് റാങ്കൈൻ, അത് നമ്മുടെ പ്രഷറിന്റെ യൂണിറ്റ് അല്ല. അബ്സല്യൂട്ട് റാങ്കൈൻ എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ ആണ്. അത് പ്രഷറുമായിട്ട് ബന്ധമില്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഇത് തന്നെ ആയിരിക്കും ആൻസർ. മറ്റു ഓപ്ഷനൂടെ നോക്കാം. ടോർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? പ്രഷർ തന്നെയാണ്. പ്രഷറിന്റെ മെഷർമെന്റ് ആണ്. 1 ടോർ എന്ന് പറയുന്നത് 1 millimeter ഓഫ് മെർക്കുറി ആണ്. ഓക്കെ, 1 millimeter ഓഫ് മെർക്കുറി ആണ്. ഇതും പ്രഷറിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇവിടെ പ്രഷറിന്റെ യൂണിറ്റ് അല്ലാത്ത അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ ആയിട്ടുള്ള റാങ്കിൻ ആണ് ആൻസർ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പിന്നെ പ്രഷറിന്റെ SI യൂണിറ്റ് എന്താണെന്നൂടെ നമുക്കൊന്ന് നോക്കാം. പ്രഷറിന്റെ SI യൂണിറ്റ് എന്താണ്? നമുക്കറിയാം, പാസ്കൽ ആണ്. പാസ്കലിന് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാം. അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ പാസ്കലിനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാം. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ? മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് മാനോമീറ്റർ എന്താന്ന് പറയാം. അതൊരു ഡിവൈസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് ടിപ്പിക്കലി ഇൻ ലിക്വിഡ് ഓർ ഗ്യാസ്. അതായത് ലിക്വിഡിലെയോ ഗ്യാസിലെയോ എന്താണ് ഈ ഫ്ലൂയിഡ്സിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മാനോമീറ്റർ. അതെന്ന് പറയുന്നത് ഒരു യു ഷേപ്പ് ട്യൂബോ അല്ലെങ്കിൽ ഒരു സിംഗിൾ വെർട്ടിക്കൽ കോളമോ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും നമ്മുടെ മാനോമീറ്റർ എന്ന് പറയുന്നത്. ഈ യു ഷേപ്പ് ട്യൂബ് എന്ന് പറയുന്നത് ഫിൽഡ് വിത്ത് ഒരു ഫ്ലൂയിഡ് ആയിരിക്കും. ആ ഫ്ലൂയിഡ് എന്താണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ ഫ്ലൂയിഡ് വാട്ടർ ആവാം, മെർക്കുറി ആവാം, അതേപോലെ തന്നെ മെഷറിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് മാനോമീറ്റർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നതാണ് റെഡ് ഓയിൽ. അപ്പോൾ അതും ആവാം. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വാട്ടറും ആവാം, മെർക്കുറി ആവാം, റെഡ് ഓയിലും ആവാം. ഇതിന് പുറമെ കെറോസിൻ ആവാം. കെറോസിന് നമ്മൾ ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലൂയിഡ് ആയിട്ട്. ഓക്കെ, അതുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെർമൽ കണ്ടക്ടിവിറ്റി ഗേജ് യൂസ്ഡ് ഫോർ പ്രഷർ മെഷർമെന്റ്. പ്രഷർ മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന തെർമൽ കണ്ടക്ടിവിറ്റി ഗേജ് എന്ന് പറയുന്നത് പിരാനി ഗേജ് ആണ്. അതായത് പിരാനി ഗേജ് എന്ന് പറയുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് വാക്വം ഗേജ് ആണ്.
ലോ പ്രഷേഴ്സിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. എന്താണ് അത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിറ്റക്ടിങ് തേർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്താണ് ഇവിടെ പ്രോസസ്സ് നടത്തുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഗ്യാസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇവിടെ പിരാനി ഗേജ് തന്നെയാണ്. പക്ഷെ മറ്റ് ഗേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്ലിയോഡ് ഗേജ് എന്ന് പറയുന്നതും പ്രഷർ മെഷർമെന്റിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ തെർമൽ കണ്ടക്ടിവിറ്റി ഇവിടെ യൂസ്ഫുൾ ആക്കുന്നില്ല. അവിടെ 10⁻³ to 10⁻⁹ ടോർ റേഞ്ചിലുള്ള പ്രഷർ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് മക്ലിയോഡ് ഗേജ് ഉപയോഗിക്കുന്നത്. അതേപോലെ ക്യാപ്സ്യൂൾ ഗേജ് എന്ന് പറയുന്നതും പ്രഷർ മെഷർമെന്റ് തന്നെയാണ്. അത് ഒരു ഫ്ലെക്സിബിൾ ക്യാപ്സ്യൂൾ ആണ് പ്രഷർ ചേഞ്ചസിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു 2 വെൽഡഡ് ഡയഫ്രം യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ക്യാപ്സ്യൂളിന്റെ ചേഞ്ചിനനുസരിച്ചാണ് പ്രഷർ മെഷർമെന്റ് നടക്കുന്നത്. പീസോ ഇലക്ട്രിക് ഗേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, പീസോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയാറുണ്ട്. ഇതിനെ പീസോ ഇലക്ട്രിക് സെൻസർ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് മെക്കാനിക്കൽ സ്ട്രെസ്സിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? പ്രഷറാക്കി. മെക്കാനിക്കൽ സ്ട്രെസ് ഓർ പ്രഷറിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം റിലേറ്റഡ് ടു പ്രഷർ മെഷർമെന്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ എന്താണ് ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി ഗേജ് എന്ന് അറിയപ്പെടുന്നത് പിരാനി ഗേജിനെയാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാപ്പിഡ് ചേഞ്ചസ് ഓഫ് പ്രഷർ ക്യാൻ ബി മെഷേർഡ് യൂസിങ്. റാപ്പിഡ് ചേഞ്ചസ് ഓഫ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ പീസോ ഇലക്ട്രിക് പ്രഷർ ഗേജ് ആണ്. ഓക്കെ, പീസോ ഇലക്ട്രിക് പ്രഷർ ഗേജ് എന്ന് പറയുന്നത് ഡിറ്റക്ട് ആൻഡ് ഡിസ്പ്ലേസ് ചേഞ്ചസ് ഇൻ പ്രഷർ ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രഷറിലെ ചേഞ്ചസ്, വേരിയേഷൻസ് ഡിറ്റക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പീസോ ഇലക്ട്രിക് പ്രഷർ ഗേജ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേസർ ടൈപ്പ് ലെവൽ ഡിറ്റക്ടർ വർക്ക്സ് ഓൺ. ഡിസ്പ്ലേസർ ടൈപ്പ് ലെവൽ ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. അതായത് ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവും, അതിന് ബോയൻസി എന്നാണ് പറയുക. അതായത് ഒരു ബോയൻസി ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഇമ്മേഴ്സ്ഡ് ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഇറ്റ് ഡിസ്പ്ലേസസ് എന്നുള്ളതാണ് നമ്മുടെ ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ആ പ്രിൻസിപ്പിളിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന എന്താണ്? ലെവൽ ഡിറ്റക്ടർ ആണ് ഡിസ്പ്ലേസർ ടൈപ്പ് ലെവൽ ഡിറ്റക്ടർ. ഓർത്തേക്കുക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ നോൺ കോണ്ടാക്ട് മെത്തേഡ് ഓഫ് ലെവൽ മെഷർമെന്റ് വിച്ച് വൺ ഓഫ് ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ്. ഇതിൽ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റേഡിയേഷൻ ലെവലാണ്. റേഡിയേഷൻ ലെവലിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നോ കോണ്ടാക്ട് ആണ്. റേഡിയേറ്റ് ചെയ്യുന്ന വേവ്സിന്റെ ബേസിലാണ് മെഷർമെന്റ് നടത്തുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ലെവൽ മെഷർമെന്റ്. ഡയറക്റ്റ് ലെവൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡയറക്ട്ലി അതിന്റെ ലെവൽ അനലൈസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇതിൽ ഹുക്ക് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലെവൽ ഡയറക്ട്ലി അനലൈസ് ചെയ്യുന്നതാണ്. സൈഡ് ഗ്ലാസ് ലെവൽ ഡയറക്ട്ലി ആണ്. ഫ്ലോട്ട് ടൈപ്പ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഫ്ലോട്ട് ചെയ്യുന്നതിന്റെ ബേസിൽ ലെവൽ ഡിറ്റക്ട് ചെയ്യാണ്. അതും ഡയറക്റ്റ് മെത്തേഡ് ആണ്. പക്ഷെ കപ്പാസിറ്റീവ് ലെവൽ മെഷർമെന്റ് ഇൻഡയറക്റ്റ് ആണ്. അതെന്തുകൊണ്ടാണ് ഫിസിക്കലി അത് അങ്ങനെ പറയുന്നതിന് കാരണം എന്താണ്? അതായത് ഇത് ഡസ് നോട്ട് ഫിസിക്കലി മെഷർ ദ ലെവൽ ഡയറക്ട്ലി. അതിന് പകരം എന്താ ചെയ്യുന്നത്? മെഷർ ദ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ആണ് മെഷർ ചെയ്യുക. ഓക്കെ, ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് മെഷർ ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്തിട്ട് ലിക്വിഡിന്റെ ലെവൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇതാണ് ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ലെവൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ടു ഡിഗ്രി ഫാരൻഹീറ്റ് കൺവേർഷൻ ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. F ഈക്വൽ ടു 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഈ കൺവേർഷൻ ചെയ്യാൻ കഴിയും. നമുക്ക് എന്താണ് ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് ഫാരൻഹീറ്റ് ആക്കാൻ പറഞ്ഞാലും ഫാരൻഹീറ്റ് തന്നിട്ട് ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ പറഞ്ഞാലും ഇത് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഗ്രി സെൽഷ്യസ് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ F ഈക്വൽ ടു 9/5 ഇൻറ്റു 40 പ്ലസ് 32 ആണ്. ഇത് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 8 കിട്ടും. Then 72 plus 32, that is 104 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് ആൻസർ കിട്ടുക. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതിന് പുറമെ ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പറഞ്ഞു. ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ ആണെങ്കിൽ നമുക്കറിയാം കെൽവിൻ സ്കെയിൽ ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ്
273.15. നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് വാല്യൂവിന്റെ കൂടെ ഒരു 273.15 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കെൽവിനിലേക്ക് കൺവേർഷൻ നടത്താൻ പറ്റും. ഫാരൻഹീറ്റാ ചോദിക്കുന്നതെങ്കിൽ ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഫാരൻഹീറ്റ് വാല്യൂ കിട്ടും. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ്? ഇവിടെയും നമ്മൾ നേരത്തെ പ്രഷർ മെഷർമെന്റ് പറഞ്ഞ പോലെ കോണ്ടാക്ട് ഇല്ലാത്ത എന്തായിരിക്കും ടെമ്പറേച്ചർ മെഷർമെന്റ് നോക്കുക? തെർമോകപ്പിൾ അല്ല, RTD അല്ല, തെർമിസ്റ്റർ അല്ല, റേഡിയേഷൻ പൈറോമീറ്റർ ആണ്. ബാക്കിയുള്ളതും ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ? റേഡിയേഷൻ പൈറോമീറ്റർ ആണ് നോ കോണ്ടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കണ്ടക്ടർ കോമൺലി യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് RTD. RTD എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആണ്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ടും ഒരു എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു കണ്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ട് മെഷർമെന്റിന്. അത് പ്ലാറ്റിനം ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക, പ്ലാറ്റിനം ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.